Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തെ മാർക്കറ്റിൽ നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകളൊന്ന് അനലൈസ് ചെയ്യാം. ഇന്നലെ മാർക്കറ്റിൽ ഒരു വലിയൊരു ഫോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലൊക്കെ വീണ്ടും നല്ലൊരു റിക്കവറി കണ്ടു. പക്ഷേ നിഫ്റ്റിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവസാന സമയങ്ങളിൽ സെല്ലിങ് വന്ന് ഏകദേശം 23,962 24,000 മുകളിൽ ക്ലോസിങ് കിട്ടിയില്ല. നമുക്ക് എന്തായാലും ചാർട്ടുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. നിഫ്റ്റി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന്. നമ്മളിപ്പോൾ ഒരുപാട് തവണ നമ്മൾ ഈ ഒരു ലൈന് വരച്ച് ഏകദേശം ഒരു മാസത്തോളമായി തോന്നുന്നു. നമ്മൾ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഈ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ അതേ റേഞ്ചിൽ നിന്ന് വന്നിട്ടാണ് നിഫ്റ്റി നല്ലൊരു സെല്ലിങ് വന്നത്. ഇന്നലത്തെ ക്യാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു നല്ലൊരു ക്യാൻഡിലല്ല, ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിലും ആ ഹൈ ലെവലിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അതാണ് മേലത്തെ ആ വിക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ റേഞ്ച് വരെ പോയതാണ് നിഫ്റ്റി ഏകദേശം 24,128 വരെ പോയി. പക്ഷേ ക്ലോസിങ് കണ്ട് 23,960 റേഞ്ചിലാണ് ക്ലോസ് ചെയ്ത്. അപ്പോൾ കണ്ടിട്ട് ചാർട്ട് നോക്കിയിട്ട് ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത്. ഇനി ഇവിടുന്ന് റിവേഴ്സലാവുമെന്ന് അറിയില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് റിവേഴ്സലാവുമെന്ന് അറിയില്ല. 2 തവണ അവിടെ വന്നിട്ട് റിവേഴ്സലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈനാണ് 24,550 ആ റേഞ്ചൊക്കെ ആയിട്ടാണ് വരുന്നത്. സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിനേക്കാളും നല്ലൊരു ബൈയിങ് സ്മോൾ ക്യാപ്പ് അതുപോലെ മിഡ് ക്യാപ്പിലും കണ്ടിട്ടുണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പ് ഏകദേശം 2% അടുത്തൊരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നൊരു റെസിസ്റ്റൻസ് റേഞ്ചാണ് ഇവിടുന്ന് കണ്ട. ഈ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ റേഞ്ചിൻ്റെ മുകളിൽ തന്നെ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ക്ലോസിങ് കിട്ടിയതാണ്. പക്ഷേ വീണ്ടും ബെയറിഷായിട്ട് തന്നെ സ്മോൾ ക്യാപ്പ് വന്നു. പക്ഷേ സ്മോൾ ക്യാപ്പിൻ്റെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിനെ പോലെയല്ല, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ അതൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 19,200 റേഞ്ചിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 19,700 എന്നുള്ള ഓൾ ടൈം ഹൈ ആയിരിക്കും നിഫ്റ്റിയിൽ വരുന്നത്. പക്ഷേ നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ നിഫ്റ്റി കുഴപ്പമില്ലാത്ത ഒരു സ്മോൾ ക്യാപ്പ് നല്ലൊരു ചാർട്ടാണ്, ഒരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്കാണ് മാനുവൽ ബെയറിങ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. 173 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വീക്ക് എടുക്കാം. വീക്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്ന ഒരു സ്റ്റോക്കാണ്. ഇത് റേഞ്ച് നല്ലൊരു വോളിയത്തോളൊരു ബ്രേക്ക് ഔട്ട് നടന്നു. അതിന് ശേഷം ആ റേഞ്ച് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് മാറ്റാം. ഡെയിലി ചാർട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു ബുള്ളിഷ് ആയിട്ട് ഈ റേഞ്ച് ക്ലോസ് ചെയ്തിട്ട് അതിന് ശേഷം ചെറുതായിട്ട് വീണ്ടും ഒരു സെല്ലിങ് വന്നു. മാക്സിമം സെല്ലേഴ്സൊക്കെ എക്സിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. മാക്സിമം സെല്ലേഴ്സൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാവും സ്റ്റോക്ക് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ ഏകദേശം ഇവിടെ നോക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ റേഞ്ചിൽ നിന്ന് വീണ്ടും ഒരു ബൈയിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈം ടു മിഡ് ടൈമൊക്കെ ഹോൾഡ് ചെയ്യാം. ഒരു മിഡ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ധൈര്യമായിട്ട് കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. ഷോർട്ട് ടൈം ആകുമ്പോൾ നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് കണ്ടെത്തണം. ടാർഗറ്റും ചെറിയ ടാർഗറ്റായിരിക്കും. എന്തായാലും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് സ്റ്റാർട്ട് ചെയ്തിടുക. ഇതിൻ്റെ എൻട്രിയും ടാർഗറ്റ് അതുപോലെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ എൻട്രി അതുപോലെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. നമ്മളിതിൽ പറയുന്നത് ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇന്നലെയും 2 ദിവസം വീഡിയോ ചെയ്തില്ല. ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നാളെ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.